ജീവിതഗർത്തത്തിൽ അലയും എൻ മനം കാരുണ്യരാജന് പുൽകിടുമ്പോൾ കനിവിൻ്റെ നാഥൻ അലിവോടെന്നും ശാശ്വത സൗഭാഗ്യം പകർന്നരുളി. നീർപ്പോളകൾ പോലെ നിഴൽ മായും പോലെ മനുജനീ മഹിയിൽ മണ്ണടിയുമ്പോൾ നീർപ്പോളകൾ പോലെ നിഴൽ മായും പോലെ മനുജനീ മഹിയിൽ മണ്ണടിയുമ്പോൾ സ്വർഗപിതാവേ നിൻ മുന്നിൽ ചേരാ സന്തതമെന്നെ അനുഗ്രഹിക്കൂ. ജീവിതഗർത്തത്തിൽ അലയും മനം കാരുണ്യരാജന് പുൽകിടുമ്പോൾ കനിവിൻ്റെ നാഥൻ അലിവോടെന്നും ശാശ്വത സൗഭാഗ്യം പകർന്നരുളി. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുദിന വചനം. ഇന്നത്തെ ചിന്താവിഷയം വെസൽ ഓഫ് ഓണർ, മാനപാത്രം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 4-ാം തിരുവചനം. ബുക്ക് ഓഫ് ജെറമയ ചാപ്റ്റർ 18 verse 4. And the vessel that he made of clay was marred in the hand of the potter. So he made it again another vessel, as seemed good to the potter to make it. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം തൻ്റെ കയ്യിൽ മോശമായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. വെസൽ ഓഫ് ഓണർ, മാനപാത്രം. ഞങ്ങൾ പാറയും വീണ്ടെടുപ്പാറുമായ കർത്താവേ, ഞങ്ങൾ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാദൈവമേ ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുത്തെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന്. അവിടുന്ന് ഈ വചനം ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചു തരണമേ. അപ്രകാരം അവിടുന്ന് ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചനായി സ്തോത്രപ്പ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ജീവിതം നോക്കിയാൽ അനേകർ പലതരത്തിലുള്ള പാത്രങ്ങളെപ്പോലെയാണ്. ചിലർ ഉടഞ്ഞ പാത്രങ്ങളാണ്, നിരാശയിലും ദുഃഖത്തിലും കഴിയുന്നവർ. ചിലർ നിന്ദാപാത്രങ്ങളാണ്, എപ്പോഴും മറ്റുള്ളവരുടെ നിന്ദകൾ സഹിക്കേണ്ടി വരുന്നവർ. ചിലർ പരിഹാസപാത്രങ്ങളാണ്, എന്നും പരിഹാസം ഏറ്റുവാങ്ങി ജീവിക്കുന്നവർ. എന്നാൽ ചിലർ മാനപാത്രങ്ങളാണ്. നാം ഉടഞ്ഞ പാത്രങ്ങളാണോ? ദാവീദിന്റെ ജീവിതം പലപ്പോഴും ഒരു ഉടഞ്ഞ പാത്രം പോലെയായിരുന്നു. ദാവീദ് ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു. 27-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞാണ് വിലപിച്ചിരുന്നത്. ദാവീദ് തള്ളപ്പെട്ട ഒരു ഉടഞ്ഞുപോയ പാത്രമായിരുന്നെങ്കിലും ഉപേക്ഷിക്കപ്പെട്ട ദാവീദിനെ കർത്താവ് അഭിഷേകം ചെയ്ത് രാജാവാക്കി. ദാവീദിൽ കൂടി രാജാതിരാജനായ യേശുവിലുള്ള സിംഹാസനം ഒരുക്കി. ബത്ശബയെ സ്വന്തമാക്കാൻ ഊരിയാവിനെ കൊന്ന് വ്യഭിചാര കുറ്റവും കൊലപാതക കുറ്റവും ഒന്നിച്ച് ചെയ്തപ്പോൾ ദാവീദ് കോപപാത്രമായി മാറി. നാഥാൻ പ്രവാചകൻ തൻ്റെ പാപത്തെ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ദാവീദ് വീണ്ടും തകർന്ന് ഉടഞ്ഞ പാത്രമായി മാറി. എന്നാൽ സർവ്വലോകത്തിൻ്റെയും ശില്പിയായ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കടന്നു ചെന്ന് താനാകുന്ന ഉടഞ്ഞ പാത്രത്തെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ മനോഹരമായ ഒരു മാനപാത്രമായി ദാവീദ് പുറത്തു വരുന്നതായി നാം കാണുന്നു. ഇപ്രകാരം ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു കുശവൻ 10 പാത്രങ്ങൾ മെനഞ്ഞു വെച്ചു. ഓരോന്നായി ചൂളയിൽ വെച്ച് ചൂടാക്കി ബലമുള്ള മനോഹര പാത്രമാക്കി മാറ്റിക്കൊണ്ടിരുന്നു. 8 പാത്രങ്ങളെ ഈ പ്രോസസ്സിൽ കൂടി കുശവൻ കടത്തിവിട്ടു.
നേരം വൈകിയതിനാൽ ബാക്കിയുള്ള 2 പാത്രങ്ങളെ ചൂളയിൽ പിറ്റേ ദിവസം കടത്തിവിടാമെന്ന് കരുതി കുശവൻ വീട്ടിൽ പോയി. അപ്പോൾ ബാക്കിയുള്ള 2 പാത്രങ്ങൾ തമ്മിൽ സംസാരിച്ച് തുടങ്ങി. ഒന്നാമത്തെ പാത്രം രണ്ടാമത്തെ പാത്രത്തോട് പറഞ്ഞു, ഓ, എത്ര വലിയ വേദനയിലൂടെയാണ് നമുക്ക് മുൻപുള്ള സകല പാത്രവും കടന്നുപോയത്. എനിക്കിത് സഹിക്കാൻ പറ്റുകയില്ല. ഞാൻ തീയിലൂടെ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കേട്ട് രണ്ടാമത്തെ പാത്രം പറഞ്ഞു, നാം തീയിലൂടെ കടന്നാലേ മനോഹരമായ, ബലവത്തായ, മറ്റുള്ളവർക്ക് ഫലപ്രദമായ പാത്രമായി രൂപാന്തരപ്പെടുകയുള്ളൂ. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുമ്പോഴാണ് നാം യഥാർത്ഥമായ സന്തോഷം അനുഭവിക്കുക. എന്നാൽ ഇതൊന്നും ഒന്നാമത്തെ പാത്രം ചെവിക്കൊണ്ടില്ല. പിറ്റേ ദിവസം കുശവൻ വന്നു. രണ്ടാമത്തെ പാത്രത്തെ തീച്ചൂളയിൽ കടത്തിവിട്ടു. ബലവത്തായ ഒരു പാത്രമായി അത് പുറത്തു വന്നു. കുശവൻ ഒന്നാമത്തെ പാത്രം തീച്ചൂളയിൽ ഇടുവാനായി വന്നു. ഒന്നാമത്തെ പാത്രം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നെ തീച്ചൂളയിൽ ഇടരുതേ, എനിക്കത് സഹിക്കാൻ പറ്റുകയില്ല. മനസ്സില്ലാ മനസ്സോടെ കുശവൻ ആ പാത്രത്തെ അങ്ങനെ തന്നെ നിർത്തി. 10 പാത്രങ്ങളെയും പറമ്പിൽ കുശവൻ നിരത്തി വെച്ചു. പെട്ടെന്ന് കാറ്റും മഴയും വന്നു. 9 പാത്രങ്ങളും മഴയെയും കാറ്റിനെയും അതിജീവിച്ചു നിന്നു. എന്നാൽ ഒന്നാമത്തെ മൺപാത്രത്തിനും കാറ്റിനെയും മഴയെയും പ്രതിരോധിക്കുവാൻ കഴിഞ്ഞില്ല. അതുടഞ്ഞുടഞ്ഞുടഞ്ഞ് നാശമായി പോയി. സഹോദരങ്ങളെ, ഇത് കേവലം ഒരു സാങ്കല്പിക കഥയാണെങ്കിലും ജീവിതത്തിൽ നാം ഇങ്ങനെ അല്ലേ? കുശവന്റെ കയ്യിലെ കളിമണ്ണായി നാം നമ്മെ തന്നെ ഏൽപ്പിക്കാറുണ്ടോ? ഏത് പാത്രമായി തീരണമെന്നുള്ളത് കുശവന്റെ ഹിതമാണ്, ആഗ്രഹമാണ്. തീച്ചുളയുടെ അനുഭവങ്ങളിലൂടെ കടത്തിവിടുന്നത് മനോഹരമായ പാത്രമായി തീരാനാണ്. ഉടക്കുന്നത് ചക്രത്തിന്മേൽ മെനയുന്നതിനു വേണ്ടിയാണ്. തീച്ചുളയിലൂടെ കടത്തിവിടുന്നത് ബലം നൽകാനാണ്, കരുത്തേകാനാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ കുറിവാക്യമായി നാം വായിച്ച വാക്യം ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ മോശമായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. മറ്റൊരു കഥാപാത്രമാണ് ഹന്ന. ഒരു നിന്ദാപാത്രമായിരുന്നു. മക്കളില്ലാത്ത ഹന്നയ്ക്ക് പെനീനായുടെ നിന്ന വാക്കുകൾ അസഹനീയമായിരുന്നു. എന്നാൽ ഹന്ന ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന് താനാകുന്ന നിന്നാപാത്രത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചപ്പോൾ കർത്താവിൻ്റെ കരങ്ങളാൽ പണിത മനോഹര പാത്രമായി മാറി. ആമേൻ. മറ്റൊരു വിശുദ്ധ പാത്രമാണ് ജോസഫിന്റെ ജീവിതത്തിൽ സഹോദരന്മാരാൽ പരിഹസിക്കപ്പെട്ടപ്പോൾ അവൻ പരിഹാസപാത്രമായി. പൊട്ടക്കിണറ്റിൽ ഇട്ടപ്പോൾ, അടിമയായി വിറ്റപ്പോൾ, കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടപ്പോൾ അവൻ നിന്നാപാത്രമായി. എന്നാൽ ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവകരങ്ങളിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവം ജോസഫിനെ മാനപാത്രമാക്കി ഒരു രാജ്യത്തിൻ്റെ മന്ത്രി പദത്തിലേക്കുയർത്തി. തീച്ചൂളയുടെ അനുഭവങ്ങളില്ലാതെ ആരും കരുത്തും ബിരുദം പ്രാപിക്കുകയില്ല. ഈ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള മാനപാത്രമായി മാറുകയില്ല. നാം ഏത് പാത്രമായി തീരണമെന്ന് നിശ്ചയിക്കുന്നത് നമ്മെ മെനഞ്ഞെടുത്ത ദൈവമാണ്. റോമാലേഖനം 9:21. അല്ല, കുശവന് അതേ പിണ്ഡത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? നാം ഒരു മാനപാത്രമായി തീരണമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുകയാണ്. 2 തിമോത്തി 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ വചനം ഇങ്ങനെ പറയുന്നു: ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്ക് ഒക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. ജീവിതത്തിലെ തീച്ചുള്ള അനുഭവങ്ങൾ കണ്ട് പതറിപ്പോകേണ്ട. ദൈവം ബലവത്തായ ഫലപ്രദമായ മനോഹര പാത്രങ്ങളായി നമ്മെ പണിയുകയാണ്. പിറുവിറുപ്പ് കൂടാതെ, നിരാശയില്ലാതെ, ദുഃഖമില്ലാതെ കുശവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നാം അഖിലാണ്ട സൃഷ്ടാവിൻ്റെ കരങ്ങളിൽ തന്നെ ഇരിക്കുന്നതിനാൽ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട. യിരെമ്യാ പ്രവാചനങ്ങളിൽ കൂടി കർത്താവ് നമുക്ക് ഉറപ്പു തരുന്നത് യിരെമ്യാ 18:6. ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയില്ലയോ എന്ന്
കർത്താവിൻ്റെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. തകർന്നു പോകാതെ, ഉടഞ്ഞു പോകാതെ, ദൈവം ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു മാനപാത്രമായി കർത്താവ് നമ്മളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് താണിരിക്കാം. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ, അവിടുത്തെ ഹിതം പോലെ എന്നെ രൂപപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നിത്യനും പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുന്ന് തന്ന ഈ മനോഹരമായ പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രം. വീണ്ടും അവിടുത്തെ പ്രാകാരങ്ങളിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. എന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും കുടുംബമായി, കൂട്ടായ്മയായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ മാനപാത്രങ്ങളായി തന്നെ അവിടുത്തെ ഹിതം നിറവേറ്റുന്ന, അനുസരിക്കുന്ന വിശുദ്ധ മക്കളായി ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾ കടന്നു പോകുന്ന ഓരോ അനുഭവങ്ങളും ഞങ്ങളെ ശ്രേഷ്ഠ പദവിയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിനായി നന്ദി പറയുന്നു. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള തിരുവചന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നരക്കുവോളം ഞാൻ ചുമക്കുമെന്ന് അരുളിച്ചത് കർത്താവേ, അവിടുത്തെ തിരുവുള്ളത്തിൽ സൂക്ഷിക്കുന്നതിനായി, സൗഖ്യം കൊടുത്ത് ബലപ്പെടുത്തുന്നതിനായി നന്ദി പറയുന്നു. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം രോഗികളായിട്ടുള്ള ഓരോ മക്കൾക്കും അവിടുന്ന് കൊടുക്കുന്നതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. ഓഫീസുകളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലപ്പെടുത്തുന്നതിനായി നന്ദി പറയുന്നപ്പാ. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയിലുള്ള ഓരോ മക്കളെയും അവരുടെ ഓരോ പ്രവർത്തന മേഖലകളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളൊരു അനുഗ്രഹമായി ഞങ്ങളോട് അനേകർ അനുഗ്രഹം പ്രാപിക്കുവാൻ, എബ്രാപ്പച്ചൻ അവിടുന്ന് അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളൊരു അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളുടെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ കർത്താവേ, സ്കൂളും കോളേജസും തുറക്കുകയാണല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതുവർഷം മക്കൾക്കായി നൽകുന്നതിനായി സ്തോത്രം. അനർത്ഥങ്ങളും അസ്വസ്ഥങ്ങളും സാംക്രമിക രോഗങ്ങളൊന്നും അവിടുന്ന് കാത്തു പരിപാലിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ഈ ദിവസങ്ങളിൽ കാലവർഷം തുടങ്ങുകയാണല്ലോ. സ്തോത്രം, സ്തോത്രം. ഓരോ സ്ഥലങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. അവിടുന്ന് കാലാവസ്ഥയെ നിയന്ത്രിക്കണമേ കർത്താവേ. സ്തോത്രം, 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 സ്തോത്രം. മറ്റു വർഷങ്ങളിൽ ഉണ്ടായ പോലെ ഒരു അനർത്ഥവും ഈ വർഷം ഉണ്ടാകാതിരിക്കാൻ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതിനായി സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളുടെ മാതൃരാജ്യത്തെ ഇന്ത്യയെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ടൊരു ഗവൺമെൻറ്റിനെ ഞങ്ങൾക്ക് നൽകണമേ. ഓരോ സംസ്ഥാനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വരും ദിവസങ്ങളിൽ പുറത്തു വരുന്ന റിസൾട്ട് അത് മുഖാന്തരം ഒരു മനുഷ്യനും തൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകാതെ അവരെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. നന്ദിയപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മാനവമോഹങ്ങൾ വിനയായി ഭവിക്കും. നിരുപമ സൂക്തികൾ ത്യജിച്ചിടുമ്പോൾ മാനവമോഹങ്ങൾ വിനയായി ഭവിക്കും. നിരുപമ സൂക്തികൾ ത്യജിച്ചിടുമ്പോൾ ക്രിസ്തുനാഥ ജീവിതഗർത്തത്തിൽ അലയും മനം കാരുണ്യരാജനെ ഉൾകിടുമ്പോൾ കനിവിൻ്റെ നാഥൻ അലിവോ